ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒഴുക്കുള്ള പുഴയിൽ ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 8 km/h വേഗതയിലും ഒഴുക്കിനെതിരെ 6 km/h വേഗതയിലും സഞ്ചരിച്ചാൽ നിശ്ചല ജലത്തിലെ അയാളുടെ വേഗത എത്ര? ഓക്കെ ആണല്ലോ. നമുക്ക് അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഒഴുക്കുള്ള പുഴയിൽ ഒരാൾ ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നതിനെ നമ്മൾ എക്സ് എന്ന് എടുക്കാം. എക്സ് എന്ന് പറയുന്നത് 8 km/h ആണ്. ഒഴുക്കിന് അനുകൂലമായി അയാൾ നീന്തുന്ന വേഗത എക്സ് 8 km/h. ഒഴുക്കിനെതിരെ എന്ന് പറഞ്ഞാൽ വൈ എന്നെടുക്കാം. ഒഴുക്കിനെതിരെ വൈ എന്ന് പറഞ്ഞാൽ 6 km/h വേഗതയിലുമാണ് അയാൾ സഞ്ചരിക്കുന്നത് എന്ന് വെച്ചു. എങ്കിൽ നിശ്ചല ജലത്തിലെ അയാളുടെ വേഗത, നിശ്ചലം എന്ന് വെച്ചാൽ ഒഴുകാത്ത ജലത്തിലെ അയാളുടെ വേഗത എത്ര എന്ന് വെച്ചാൽ അയാളുടെ മാത്രം വേഗത ഉദ്ദേശിക്കുന്നത്. ഒഴുകാതെ നിൽക്കുന്ന തടാകത്തിൽ അയാൾ നീന്തിയാൽ എത്ര അയാൾക്ക് മാത്രം നീന്താൻ കഴിയുന്നു, അതാണ് നിശ്ചല ജലത്തിലെ വേഗത. ഒഴുക്കിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ ഒഴുക്കിൻ്റെ മാത്രം വേഗതയായിരിക്കും. ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത എന്ന് വെച്ചാൽ അയാളുടെ വേഗതയും ഒഴുക്കിൻ്റെ വേഗതയോട് ഒരുമിച്ച് ഒരേ സൈഡിലേക്കായിരിക്കും. ഇനി ഒഴുക്കിനെതിരെയുള്ള വേഗത എന്ന് വെച്ചാൽ ഒഴുക്ക് എങ്ങോട്ടാണോ പോകുന്നത് അതിനെതിരെ ആയിരിക്കും അയാൾ നീന്തുന്നത്. അപ്പോൾ അവിടെ വേഗത കുറയും. മനസ്സിലായല്ലോ. ഒഴുക്കിന് അനുകൂലമായിട്ടാണെങ്കിൽ ഒഴുക്കിൻ്റെ വേഗതയും അയാളുടെ വേഗതയോടെ കൂട്ടണം. ഒഴുക്കിനെതിരെയാണെങ്കിൽ അയാളുടെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കണം. ഓക്കെ, അത് നമുക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്നാണ്. എക്സ് എന്ന് പറയുന്നത് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത, വൈ എന്ന് വെച്ചാൽ ഒഴുക്കിനെതിരെയുള്ള വേഗത. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നിശ്ചല ജലത്തിലെ വേഗത. നിശ്ചല ജലത്തിലെ വേഗത എന്ന് വെച്ചാൽ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: എക്സ് പ്ലസ് വൈ ബൈ 2i. എക്സും വൈയുടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ വെച്ചാൽ ഒഴുക്കിനെതിരെയുള്ള വേഗതയും ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗതയുടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അപ്പോൾ ഒഴുക്കിനെതിരെയുള്ള വേഗത 8, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത 6/2. ഓക്കെ, 8 6 കൂടുമ്പോൾ 14. 14/2 7 km/h ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 7 km/h. ഇത് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന്റെ വേറെ വേർഷനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് കാരണം ഒഴുക്കിനെതിരെയുള്ള വേഗതയും ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗതയും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതായിരിക്കും നിശ്ചല ജലത്തിലെ വേഗത. ഇനി ഇവ തമ്മിൽ കുറച്ചിട്ട് പകുതി എടുത്താൽ അത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വേഗതകൾ തമ്മിൽ കുറച്ചിട്ട് അതിന്റെ പകുതി എടുത്താൽ അതാണ് ഒഴുക്കിന്റെ വേഗത. ഉദാഹരണം, ഒഴുക്കിന്റെ വേഗത എന്ന് വെച്ചാൽ 8 - 6/2. 8 ന് 6 കുറച്ച് 2, 2/2 സമം 1 km/h ആയിരിക്കും ഒഴുക്കിന്റെ വേഗത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒഴുക്കിന്റെ നിശ്ചല ജലത്തിന്റെ വേഗത വെച്ചാൽ രണ്ടുകൂടെ കൂട്ടിട്ട് പകുതി എടുക്കുക, ഒഴുക്കിന്റെ വേഗത വെച്ചാൽ രണ്ടുകൂടെ കുറച്ചിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 7 km/h ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 10% വാർഷിക നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 631 രൂപയായാൽ മുതൽ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എളുപ്പം ഒരൊറ്റ ഇക്വേഷനകത്തൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് 10% നിരക്കിലാണ്. 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 631 രൂപയാണ്. എങ്കിൽ മുതലായ പി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി ഇത് കണ്ടുപിടിക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒറ്റ ഇക്വേഷൻ. പി കണ്ടുപിടിക്കാൻ d × 100/r the whole square ആണ്. d × 100/r the whole square. ഒറ്റ പി കണ്ടുപിടിക്കാൻ d × 100/r the whole square. ഇനി d ആണ് കണ്ടുപിടിക്കേണ്ടത് p × r/100 the whole square. നമുക്ക് ഇവിടെ എന്താണ്? d ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ p × r/100 the whole square. ഇതാണ് ഇക്വേഷൻ. നമുക്ക് ഇവിടെ p ആണ് വേണ്ടത്. അപ്പോൾ d × 100/r the whole square. അപ്പോൾ p = d എന്നായിട്ട് തന്നിട്ടുണ്ട് 631 രൂപ × 100/r rate of interest 10 the whole square. ഇതാണ്. ഓക്കെ ആണല്ലോ. ഇന്നുണ്ട് 631 × 100/10 × 100/10. ഓക്കെ, ഇത് കാര്യം എന്താ? സ്ക്വയർ ആണ്. സ്ക്വയർ ആകുമ്പോൾ അതിനെ 2 പ്രാവശ്യം എഴുതണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ 0 വെട്ടാം, ഈ 0 ഈ 0 വെട്ടാം. വെട്ടിയല്ലോ. ഇനി എന്താണ്? 631 ഇതായി 2 0 ഇട്ട് കൊടുത്താൽ മതി. ആൻസർ 63,100 രൂപയാണ്. മുതലെന്ന് പറയുന്നത് 63,100 രൂപ. അപ്പോൾ എന്താണ്? 631 × 100/10 × 100/10. 2 പ്രാവശ്യം എഴുതി. 100 ക്യാൻസൽ ആയി പോകും. ബാക്കി 100 × 631 63,100 രൂപയാണ് നമ്മുടെ മുതലായിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് തിരിച്ചാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് കണ്ടേ
ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളെ മുതൽ കിട്ടിയ എത്ര 63,100 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര 10/100 ഇൻറ്റു 10/100 ആണല്ലോ. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ പ്രകാരം കൊണ്ടിട്ട് കൊടുത്താൽ മതി. ഈ 0 0 ഇട്ട ഈ 0 0 ഇട്ട ഈ 2 0 2 0 ഇട്ട 631 രൂപ ഡിഫറൻസ് കിട്ടാണ്ട് 631 രൂപ ഡിഫറൻസ് ഒന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 63,100 രൂപയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്യൂബിന്റെ വിസ്തീർണം 600 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ വികരണത്തിന്റെ നീളം എത്ര? ക്യൂബ് എന്ന് വെച്ചാൽ സമയരക്കട്ട. സമയരക്കട്ടയുടെ വിസ്തീർണം എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ സർഫോസ് ഏരിയ. മനസ്സിലായല്ലോ. ഈ സർഫോസ് ഏരിയ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞത് 600 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ വികരണത്തിന്റെ നീളം എത്ര? സമയരക്കട്ട അല്ലെങ്കിൽ ക്യൂബിന്റെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 6a² ആണ്. ഈ 6a² എന്ന് പറയുന്നതാണ് എത്ര? 600 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 6a². നമുക്ക് ആദ്യം a² കണ്ടുപിടിക്കാം. അപ്പൊ a² = 600 ഡിവൈഡഡ് ബൈ 6 വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ a² എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ സ്ക്വയറാണ്. അപ്പൊ എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്തിനാണ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സമയരക്കട്ടയുടെ വികരണത്തിലെ ഇംഗ്ലീഷ് ഡയഗണൽ എന്ന് പറയുന്നത്. ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ a√3 ആണ്. നമുക്ക് a√3 വേണമെങ്കിൽ a വേണം. അതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്താ 6a² = 600 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ a² = 6 ഗുണിച്ചൊക്കെ പുറത്ത് വരുമ്പോൾ ഹരിക്കണം. നമുക്ക് എത്ര കിട്ടി? 100 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് a² അല്ല വേണ്ടത്, a ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ സ്ക്വയർ മാറ്റണം. സ്ക്വയർ മാറ്റണമെങ്കിൽ അപ്പുറത്തെ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ √100 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എയുടെ വാല്യൂ 100ന്റെ റൂട്ട് 10, സെന്റിമീറ്റർ സ്ക്വയറിന്റെ റൂട്ട് സെന്റിമീറ്റർ. എയുടെ വാല്യൂ 10 കിട്ടി. എ എന്ന് പറയുന്നത് 10 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വികരണം അല്ലെങ്കിൽ ഡയഗണലിന്റെ നീളമാണ്. ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ a√3 ആണ്. a√3 സമയരക്കട്ടയുടെ വികരണത്തെ നീളം കണ്ടുപിടിക്കാൻ a√3ഉം സമചതുര കട്ടയുടെ വികരണ നീളം കണ്ടുപിടിക്കാൻ a√3ഉം സമചതുരത്തിന്റെ വികരണ നീളം കണ്ടുപിടിക്കാൻ a√2 ആണ്. ഓക്കെ, അപ്പൊ a√3 ആകുമ്പോൾ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 10√3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ 10√3 ഓപ്ഷനകത്തില്ല എങ്കിൽ, ഒരിക്കൽ PSC ചോദിച്ച ഒരു ക്വസ്റ്റിനകത്ത് 10√3 ഓപ്ഷനകത്തില്ലായിരുന്നു. അപ്പൊ 10√3 ഓപ്ഷനകത്തില്ലായിരുന്നെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ √3യുടെ വില കൊണ്ട് ഇതിനെ ഗുണിക്കണം. അപ്പൊ എന്തോ 10 × √3യുടെ വില 1.732 ആണ് √3യുടെ വാല്യൂ. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പോയിന്റ് വലത്തേക്കും, ഒരു സംഖ്യ 10 വെച്ച് ഗുണിക്കാൻ ഒരു പോയിന്റ് വലത്തേക്ക് പറ്റാൽ മതി. 17.32 സെന്റിമീറ്റർ ആണ്. 17.32 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ ആൻസർ ആണ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്ന ആൻസർ 10√3 ആണ്. ഓക്കെ, പക്ഷേ ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. PSC ഒരിക്കലും അങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുന്നുള്ള വീഡിയോയിൽ √2ന്റെ √3യുടെ √5ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണമെന്നും അത് കാണാതെ പഠിക്കണമെന്നും അത് ഞാൻ എഴുതിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ പ്രാധാന്യം കയറി വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്കിപ്പം ഇങ്ങനെയും ഈ രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഓപ്ഷൻ പ്രകാരമുള്ള ആൻസർ 10√3 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 13 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക 390 ആയാൽ 7ാം പദം എത്ര? ഓക്കെ, അപ്പോൾ 13 പദങ്ങളാണുള്ളത്. 13 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 390 ആയാൽ 7ാം പദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7ാം പദം. ഈ 7ാം പദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 7ാം പദം എന്ന് പറയുന്നത് നടുക്ക് വരുന്ന പദമാണ്. 13 എന്നിട്ട് 7ാമത്തെ സംഖ്യ നടുക്ക. അപ്പുറത്തും 6 സംഖ്യ, ഇപ്പുറത്തും 6 സംഖ്യ, 6 6 12. അപ്പോൾ 7ാമത്തെ സംഖ്യ ആയിരിക്കും നടുക്കലത്തെ സംഖ്യ. അപ്പൊ നടുക്ക് വരുന്ന പദം ഏതാണെന്ന് ചോദിക്കുന്നത്. എപ്പോഴും സമാന്തര ശ്രേണിക്ക് ഒരു പ്രത്യേകമുണ്ട്. ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. അല്ലെങ്കിൽ പൊതു വ്യത്യാസം എല്ലായിടത്തും ഈക്വലായിരിക്കും. ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്ന ശ്രേണിയിലെ എപ്പോഴും ശരാശരി അതിന്റെ നടുക്കലത്തെ പദമായിരിക്കും. ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നടുക്കലത്തെ പദം. അപ്പൊ 7ാം പദം ഏതാണോ ചോദിക്കും. 7ാം പദം എന്ന് വെച്ചാൽ എന്റെ നടുക്കലത്തെ പദം. നടുക്കലത്തെ പദം എന്ന് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഇതിന്റെ ശരാശരി കണ്ടുപിടിച്ചാൽ മതി. ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തുകയെ എണ്ണം കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ശരാശരി കിട്ടുന്നത്. ഇവിടെ തുക പറയുന്നുണ്ട് എത്ര? 390. പദങ്ങളുടെ എണ്ണം എത്ര? 13. തുക ബൈ എണ്ണമാണ് ശരാശരി. അപ്പൊ നമുക്ക് ആദ്യം ശരാശരി കണ്ടുപിടിക്കാം. 13 × 3 ആണ് എത്രയാണ്? 39. അപ്പോൾ 30 എന്ന് കിട്ടും നടുക്കലത്തെ പദം. അപ്പൊ ഇവിടെ ശരാശരി 30 ആണ്. ശരാശരി 30 എന്ന്
എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള പൊതുവ്യത്യാസം തുല്യമാണെങ്കിൽ എപ്പോഴും നടുക്കലത്തെ പദമായിരിക്കും നമുക്ക് ശരാശരി കിട്ടുന്നത്. അപ്പോൾ ഈ 30 എന്ന് പറയുന്നത് ശരാശരി നടുക്കലത്തെ പദമാണ്. നടുക്കെന്ന് പറഞ്ഞാൽ എത്രാമത്തെ? 13ന് 7ാമത്തെ പദമാണ് നടുക്കലത്തെ പദം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 7ാം പദം എന്ന് പറയുന്നത് 30 ആണ്. എന്നുവെച്ചാൽ തുകയെ എണ്ണം കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. സ്മാർട്ട് എന്ന് പറയുന്നത് TNBSU അല്ലെങ്കിൽ പെൻസിൽ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് കാര്യമൊന്നുമില്ല. എസ് കഴിഞ്ഞ അടുത്ത ലെറ്റർ ആണ് ST. M അടുത്ത കഴിഞ്ഞ അടുത്ത ലെറ്റർ N ആണ്. M കഴിഞ്ഞ അടുത്ത ലെറ്റർ N. A കഴിഞ്ഞ അടുത്ത ലെറ്റർ B ആണ്. അതുകൊണ്ട് B ആണ്. അടുത്ത R കഴിഞ്ഞ അടുത്ത ലെറ്റർ S ആണ്. ഓക്കെ. T കഴിഞ്ഞ അടുത്ത ലെറ്റർ U ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ അടുത്ത ലെറ്റർ ആണ് അങ്ങോട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ P കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താ? Q. E കഴിഞ്ഞാൽ F. ഓക്കെ. N കഴിഞ്ഞാൽ O. C കഴിഞ്ഞാൽ D. ഓക്കെ. I കഴിഞ്ഞാൽ J. L കഴിഞ്ഞാൽ L കഴിഞ്ഞാൽ M. ഓക്കെ. അപ്പോൾ QFODJM ആയിരിക്കും ഇതിൻ്റെ ആൻസർ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കിടക്കുന്ന ഓരോ ലെറ്ററിൻ്റെ അടുത്ത ലെറ്റർ ഏതാണോ അതങ്ങ് എഴുതുക. P കഴിഞ്ഞാൽ Q, E കഴിഞ്ഞാൽ F, N കഴിഞ്ഞാൽ O, C കഴിഞ്ഞാൽ D, I കഴിഞ്ഞാൽ J, L കഴിഞ്ഞാൽ M. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? അതിൻ്റെ അടുത്തടുത്ത നെക്സ്റ്റ് ലെറ്ററാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ. യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2010 ജനുവരി 1 വെള്ളിയെങ്കിൽ ആ വർഷം ക്രിസ്മസ് ഏത് ദിവസമാണ്? ഓക്കെ. അപ്പോൾ 2010 ജനുവരി 1 വെള്ളി. ഓക്കെ. 2010 ജാനുവരി 1 വെള്ളി എങ്കിൽ ആ വർഷം ക്രിസ്മസ് ആകുമ്പോൾ 2010 ഡിസംബർ 25 ഏത് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എളുപ്പം ചെയ്യാം, ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം, കാര്യമൊന്നുമില്ല. നമ്മൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസം തന്നെ ആയിരിക്കും. ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസം തന്നെ ആയിരിക്കും. ഒരു അതിവർഷത്തിലെ ജനുവരി 1 ഏതാണോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. അപ്പോൾ ഒരു വർഷം സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് അറിയാൻ അതിനെ 4 വെച്ച് ഹരിച്ചു നോക്കി. ആ വർഷത്തെ 4 വെച്ച് ഹരിച്ചു നോക്കിയാൽ മതി. 4 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 1, 2, 3 വന്നാൽ അത് സാധാരണ വർഷം, ശിഷ്ടം 0 വന്നാൽ അത് അതിവർഷം. മനസ്സിലായി? ആ വർഷം ഫെബ്രുവരി 29 ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ? എല്ലാ സംഖ്യ ഹരിക്കണ്ട, അവസാനത്തെ 2 സംഖ്യ മാത്രം ഹരിച്ചു നോക്കിയാൽ 10. 10 നോക്കിയേ. 10 ഞാൻ 4 വെച്ച് ഹരിച്ചു. 24, 8, ശിഷ്ടം 2 1. ശിഷ്ടം 2 വന്നാൽ തന്നെ നമുക്കറിയാം ഇത് സാധാരണ വർഷമാണ്. എന്ന് വെച്ചാൽ ജനുവരി 1 വെള്ളിയാണെങ്കിൽ ഡിസംബർ 31 വെള്ളി തന്നെ ആയിരിക്കും. ഇനി ഇത് അതിവർഷമാണ്. ഇത് 12 ആയിരുന്നെങ്കിൽ 10 വരെ 12 ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരും. അപ്പോൾ എന്താ ജനുവരി 1 വെള്ളിയാണെങ്കിൽ ഡിസംബർ 31 ശനിയായിരിക്കും. അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. 2010 സാധാരണ വർഷമായതുകൊണ്ട് 2010 ഡിസംബർ 31 വെള്ളി തന്നെ ആണ്. ഓക്കെ ആണല്ലോ? സാധാരണ വർഷത്തിൽ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസം തന്നെയാണ്. എങ്കിൽ നമുക്ക് അറിയേണ്ടത് ഈ ഡിസംബർ 25 ഏതാണ്? അപ്പോൾ ഡിസംബർ 31 വെള്ളിയാണെങ്കിൽ ഒരു 5 ദിവസം ബാക്കിലോട്ട് എടുത്താൽ മതി. 5 ദിവസം ബാക്കിലോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? വെള്ളി -5. വെള്ളി അല്ല 5 അല്ല 6 ദിവസം. 6 ദിവസം ബാക്കിലോട്ട് വെള്ളി -6. വെള്ളി -6 എന്ന് പറയുന്നതാണെങ്കിൽ എത്രയാണെന്ന്? ഡിസംബർ 25 എന്ന് പറയുന്നത്. ഓക്കെ. വെള്ളി -6. 6 ദിവസം ബാക്കിലോട്ട് എടുക്കാൻ പറഞ്ഞാൽ ഒരു ദിവസം ഫ്രണ്ടിലോട്ട് എടുത്താലും മതി. കാര്യം 6 1 ആണ് 7. 6 1 7. അപ്പോൾ 6 ദിവസം പുറമോട്ട് പോകാൻ പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഇനി 6 ദിവസം മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ ഒരു ദിവസം പുറമോട്ട് പോയാലും മതി. അപ്പോൾ 6 ദിവസം പുറയിലോട്ട് പോകണം. കാര്യം എന്താ? ഡിസംബറിൽ നിന്ന് 31 25 വരണം. അപ്പോൾ കുറയ്ക്കണം. അപ്പോൾ 6 കുറയ്ക്കുന്നത് വരെ 1 കൂട്ടിയാലും മതി. വെള്ളി +1 ശനി ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇവിടുത്തെ ആൻസർ ശനിയാണ് വരുന്നത്. വേണേൽ നമുക്കൊന്ന് കുറച്ച് നോക്കാം. വേണ്ടേ? ഡിസംബർ 31 വെള്ളി, വ്യാഴം 30 വ്യാഴം, 29 ബുധൻ, 28 ചൊവ്വ, 27 തിങ്കൾ, 26 ഞായർ, 25 ശനി വരും. മനസ്സിലായോ? 6 ദിവസം ബാക്കിലോട്ട് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു ദിവസം ഫ്രണ്ടിലോട്ട് എടുത്ത് ശനി എന്ന് എഴുതിയാലും മതി. അതായിരിക്കും ഇച്ചിലൂടെ എളുപ്പം. ഓക്കെ ആണല്ലോ? ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമുക്കിവിടെ ഒരു ക്ലോക്ക് 7 ബെല്ലടിക്കാൻ 24 സെക്കൻഡ് എടുക്കും എങ്കിൽ 10 ബെല്ലടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 7 ബെല്ലിനാണ് 24 സെക്കൻഡ് എങ്കിൽ 10 ബെല്ലിന് എത്ര സെക്കൻഡ്? ഇത് നമുക്ക് ഏറ്റവും എളുപ്പം ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 ബെല്ലടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 10 - 1. കണ്ടുപിടിക്കേണ്ടത് -1 ഡിവൈഡഡ് ബൈ തന്നേക്കുന്നത് എത്ര? 7 ബെല്ല. 7 - 1 ഇൻറ്റു ടൈം എത്ര പറഞ്ഞേക്കുന്നത്? 24 സെക്കൻഡ്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് -1
ബൈ തന്നേക്കുന്നത് -1 ഇൻറ്റു സമയം. ഇതാണ് ഇത് ചെയ്ത് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് 10 ബെല്ലടിക്കാൻ 10 - 1. നമുക്ക് തന്നേക്കുന്നത് 7 ബെല്ലടിക്കുന്നത് 7 - 1 ഇൻറ്റു സമയം. ഓക്കെ, അപ്പം കണ്ടുപിടിക്കേണ്ടത് വേണം മേളിൽ എഴുതാൻ, തന്നേക്കുന്നത് വേണം താഴെ എഴുതാൻ. അത് മാറിപ്പോയാൽ പണി പാളും. ഓക്കെ ആണല്ലോ. 10 - 1 എന്ന് വെച്ചാൽ 9, 7 - 1 വെച്ചാൽ 6 ഇൻറ്റു 24. ഓക്കെ, 1 6 6 4 6 24 9 4 36. ആൻസർ 36 സെക്കൻഡ്സ് എന്നിട്ട് എത്ര ഇട്ടുകൂടോ 36 സെക്കൻഡ്സ്. ഇതാണ് എൻ്റെ രീതി എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്നത് -1, തന്നേക്കുന്നത് -1 ഇൻറ്റു സമയം. ഇനി ഇതെന്താണ് ഇതിൻ്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ബെല്ലടിക്കുക അല്ലെ 7 ബെല്ലടിക്കാൻ 7 ബെല്ലടിക്കുന്നത് 24 സെക്കൻഡ്. 7 ബെല്ലെന്നടിക്കുക 1 2 3 4 5 6 7 7 ബെല്ലടിക്കാൻ. 7 ബെല്ലിനകത്ത് എത്ര സമയം എടുക്കും? 24 സെക്കൻഡ്. 7 ബെല്ലിന് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6. ഈ 6 ഗ്യാപ്പിനെടുക്കുന്ന സമയമാണ് ടൈമാണ് എന്തെന്ന് പറയുന്നത് 24 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. 6 ഗ്യാപ്പിനെടുക്കുന്ന സമയം. കാര്യം ഒരു ബെല്ലടിക്കുമ്പോൾ തന്നെ 1 സെക്കൻഡ്, ഒരു ബെല്ലടിച്ചിട്ട് അടുത്ത ബെല്ലടിക്കാനും വേണ്ടിയാണ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ പറയുന്ന ടൈം എടുക്കുന്നത്. ഇപ്പോൾ ഒരു 2 ബെല്ലടിക്കാൻ 1 മണിക്കൂർ എടുക്കുന്ന 10 ഒരു ബെല്ലടിക്കുമ്പോൾ തന്നെ 1 മണിക്കൂറല്ല, ഒരു ബെല്ലടിച്ച് അടുത്തൊരു ബെല്ലിനാണ് 1 മണിക്കൂർ ആവുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് എന്ന് വെച്ചാൽ 7 ബെല്ലടിക്കുക എന്ന് വെച്ചാൽ ആദ്യത്തെ ബെല്ലടിക്കുന്ന സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്, അടുത്ത ബെല്ലെത്തുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എത്രയാണോ പറയുന്ന ആ സമയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 6 ഗ്യാപ്പ് ഉണ്ട്. ഈ 6 ഗ്യാപ്പിന് 24 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഗ്യാപ്പിന് എത്ര സെക്കൻഡ് എടുക്കാം? ഒരു ഗ്യാപ്പിന് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 24/6 4 സെക്കൻഡ്സ്. ഒരു ഗ്യാപ്പിന് എടുക്കുന്നത് 4 സെക്കൻഡാണ്. എങ്കിൽ 10 ബെല്ലടിക്കാൻ 10 ബെല്ലടിക്കാൻ അവിടെ എത്ര? ഇതേപോലെ 7 ബെല്ലിന് 6 ഗ്യാപ്പ് ആണെങ്കിൽ 10 ബെല്ലിന് 9 ഗ്യാപ്പ്. കാര്യം ആദ്യത്തെ ബെല്ലടിക്കാൻ സമയത്തിൻ്റെ ആവശ്യമില്ല, ഒരു ബെല്ലടിച്ച് അതിൻ്റെ അടുത്ത ബെല്ലടിക്കുന്ന ഇടയിലാണ് ഒരു ഗ്യാപ്പ് വരുന്നത്, ടൈം പീരീഡ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 10 ബെല്ലിന് 9 ഗ്യാപ്പ്. ഒരു ഗ്യാപ്പിന് 4 സെക്കൻഡ് എങ്കിൽ 9 ഗ്യാപ്പിന് 9 × 4 36 സെക്കൻഡ്സ്. ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ലോജിക്ക്. നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് ഈ രീതി ചെയ്താൽ നമുക്ക് ഏറ്റവും എളുപ്പത്തേക്ക് കണ്ടുപിടിക്കേണ്ട -1 തന്നേക്കുന്ന -1 ഇൻറ്റു സമയം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, നോക്കിയേ. ഒരാൾ പടിഞ്ഞാറിന് അഭിമുഖമായി നിൽക്കുന്നു. അയാൾ ഘടികാര ദിശയിൽ 90 ഡിഗ്രിയും ഘടികാരത്തിനെതിരെ 135 ഡിഗ്രിയും തിരിയുന്നു. എങ്കിൽ ഇപ്പോൾ അയാൾ ഏത് ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്നു എന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ല. ഒരാൾ പടിഞ്ഞാട്ട് നോക്കിയിരിക്കുന്നു, 90 ഡിഗ്രി ക്ലോക്കിൻ്റെ ദിശയിൽ തിരിയുന്നു. അതാണ് ഘടികാര ദിശ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അല്ലെങ്കിൽ അയാൾ വലത്തേക്ക് തിരിയുന്നു, അതാണ് എൻ്റെ അർത്ഥം. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ വലത്തേക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ഇടത്തേക്കൊന്ന്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലോക്കിനെതിരെ തിരിയുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഘടികാരത്തിനെതിരെ തിരിയുന്നു എന്ന് പറഞ്ഞാൽ ക്ലോക്കിനെതിരെ തിരിയുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതൊരു ഡയറക്ഷൻ എടുത്താലും ശരി, അവിടെ വടക്ക് തെക്കിനും ഇടയിലുള്ള, അല്ലെങ്കിൽ ഒരു വടക്കിനും കിഴക്കിനും ഇടയിലുള്ള ഈ മൊത്തം ഡിഗ്രി, ഇവിടെ തൊട്ട് ഇവിടെയുള്ള മൊത്തം ഡിഗ്രി 90 ഡിഗ്രിയാണ്. അതേപോലെ ഒരു കിഴക്കിനും തെക്കിനും ഇടയിലുള്ള ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഈ മൊത്തം ഡിഗ്രി 90ആണ്. അതുപോലെ തെക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള ഡിഗ്രിയും 90 ഡിഗ്രിയാണ്. അതുപോലെ പടിഞ്ഞാറിനും വടക്കിനും ഇടയിലുള്ള ഈ ഡിഗ്രിയും 90 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. 90 180 270 360 മൊത്തം ഡിഗ്രി 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ മൊത്തമാണ് 90 ഡിഗ്രി. ഇനി താഴെ തെക്ക്, മുകളിൽ വടക്ക്, വലതുവശത്ത് കിഴക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറ്. ഈ വടക്കിനും കിഴക്കിനും ഇടയിലുള്ള ഡിഗ്രിയാണ് ഒരു ദിശയാണ് വടക്ക് കിഴക്ക്. ഇതെന്ന് വെച്ചാൽ 45 ഡിഗ്രിയാണ്. ഇതും 45 ഡിഗ്രിയാണ്. അതേപോലെ കിഴക്കിനും പടിഞ്ഞാറ്, അതേപോലെ കിഴക്കിനും ഇടയിലുള്ള ഇതിന് കിഴക്ക് പടിഞ്ഞാറ്. ഇത് വടക്ക് കിഴക്ക്. ഇത് കിഴക്കിനും തെക്കിനും ഇടയ്ക്കുള്ള തെക്ക് കിഴക്ക്. ഇത് 45 ഡിഗ്രിയാണ്. ഇത് തെക്കിനും കിഴക്കിനും ഇടയ്ക്കുള്ള തെക്ക് കിഴക്ക് ഡിഗ്രി. ഇത് 45 ഡിഗ്രിയാണ്. ഇത് തെക്കിനും പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറ്. ഓക്കെ ആണല്ലോ. ഇത് 45 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. ഇത് 45 ഡിഗ്രി. അതുപോലെ പടിഞ്ഞാറിനും വടക്കിനും ഇടയ്ക്കുള്ള വടക്ക് പടിഞ്ഞാറ്. ഇത് 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് വടക്ക് പടിഞ്ഞാറ് 45 ഡിഗ്രിയാണ്. അപ്പം ഇങ്ങനെ 45 ഇതെല്ലാം കൂടുമ്പോൾ 360 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരാൾ പടിഞ്ഞാറിന് അഭിമുഖമായി നിൽക്കുന്നതാണ്. ഇതാണ് വെസ്റ്റിൽ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ 90 ഡിഗ്രി ക്ലോക്കിൻ്റെ ദിശയിൽ, ഘടികാര ദിശ, ഇതാണ് ക്ലോക്കിലെ സൂചി തിരിയുന്നത്. ഇങ്ങോട്ടൊരു 90 ഡിഗ്രി ഉണ്ട്. 45 90 ഡിഗ്രി ക്ലോക്കിൻ്റെ ദിശയിൽ തിരിഞ്ഞു. ഇയാൾ 90 ഡിഗ്രി ആദ്യം ഇവിടെ തിരിഞ്ഞു. എന്നതിന് ശേഷം ക്ലോക്കിനെതിരെ 135 തിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. 45 ക്ലോക്കിന് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇടത്തേക്ക് 45 90
135 ഡിഗ്രി ക്ലോക്കിനെതിരെ അയാൾ തിരിഞ്ഞു. മനസ്സിലായോ? ഇവിടെ ആദ്യം ഇങ്ങോട്ട് നോക്കിയിരുന്ന ആൾ തിരിഞ്ഞ് ഇങ്ങനെ വന്ന് ഇവിടെ അങ്ങോട്ട് നോക്കി, അവിടുന്ന് അയാൾ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കി. ഇപ്പോൾ അയാൾ നോക്കി നിൽക്കുന്ന ഡയറക്ഷൻ ഇതാണ്. ഇത് സൗത്ത് വെസ്റ്റ് ആണ്. നമ്മുടെ ആൻസർ പറയാനും സൗത്ത് വെസ്റ്റ് ആണ്. അയാളിപ്പോൾ ആദ്യം നോക്കണം 45 90 തിരിഞ്ഞ് ക്ലോക്കിനെതിരെ 45 90 135 തിരിഞ്ഞു. അയാളിപ്പോൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. അതേ ഡയറക്ഷനാണെന്ന് വെച്ചാൽ സൗത്ത് വെസ്റ്റിലേക്കാണ് അയാളിപ്പോൾ നോക്കി നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, തെക്ക് പടിഞ്ഞാറാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കുറെ കുട്ടികൾ വരിവരിയായി നിൽക്കുന്നു. അതിൽ ദീപക് ഇടത് നിന്ന് 7ാമതും മനു വലത് നിന്ന് 22ാമതുമാണ്. ഇവർ സ്ഥാനങ്ങൾ പരസ്പരം മാറിയപ്പോൾ ദീപക് ഇടത് നിന്ന് 22ാമതായി. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ കുറേ കുട്ടികൾ നീക്കോ. ഓക്കെ, ഇവിടെ ദീപക് ഇടത് നിന്ന് 7ാമതാണ്. ദീപക് നിൽക്കുന്നത് ഇടത് നിന്ന് 7ാമതാണ്. വലത് നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ വലത് നിന്ന് നോക്കുമ്പോൾ മനു നിൽക്കുന്നത് വലത് നിന്ന് എത്രാമതാണ്? 12ാമതാണ്. ഇവർ സ്ഥാനങ്ങൾ പരസ്പരം മാറിയപ്പോൾ ഈ എന്ന് വെച്ചാൽ മനു വന്ന് ദീപക് നിൽക്കുന്നിടത്തും ദീപക് വന്ന് മനു നിൽക്കുന്നിടത്തും പരസ്പരം മാറിയപ്പോൾ ഈ 7ാമത് നിന്ന ദീപക് 22ാമതായി, ഇടത് നിന്ന് 22ാമതായി. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഈ ദീപക് ഇവിടെ വന്ന് 22ാമതായി, മനു നിന്ന 12ാം സ്ഥാനത്ത്, ഇടത് നിന്ന് 12ാം സ്ഥാനത്ത് വന്ന് നിന്നു. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ആരുടെയാ? ദീപകിന്റെ 7ഉം 22ഉം. അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പുതിയ സ്ഥാനം എത്ര? 22. ഇങ്ങോട്ട് മാറി ആ 22 എടുക്കുക, അതും. പിന്നെ മനുവിന്റെ സ്ഥാനം പറയുന്നുണ്ട്. മറ്റേ വ്യക്തി ആരാണോ അയാളുടെ സ്ഥാനം പറയുന്നുണ്ടല്ലോ, അത് എത്ര? 12. തമ്മിൽ കൂട്ടുക, 2 കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാണ്. ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ പറഞ്ഞു. ഈ പരസ്പരം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ പറഞ്ഞാൽ അയാളുടെ ഏറ്റവും പുതിയ സ്ഥാനവും മറ്റേയാളുടെ സ്ഥാനവും കൂടെ കൂട്ടുക, എന്നിട്ട് 1 കുറച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, 22 12 കൂടുമ്പോൾ 34 -1 = 33. മനസ്സിലായല്ലോ? ഓക്കെ, 33 ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 33. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നിൽക്കുന്ന ആൾ 12ാമത്തെ ആളാണ്. ഇവിടുന്ന് 7ാമൻ ഇവിടുന്ന് തിരിഞ്ഞ് എവിടെ വന്ന് സ്പാന് മാറിപ്പോയി ഇവിടെ എത്തി. അപ്പൊ ഈ ഇവിടുന്നുള്ള 22ാമത്തെ ആള്, ഇടത് നിന്ന് 22ാമത്തെ ആളും മനുവാ, വലത് നിന്ന് 12ാമത്തെ ആളും മനു തന്നെ. അപ്പൊ എന്താ, ഇടത് നിന്ന് 22ാമത്തെ ആളിനെ ആരാന്ന് നോക്കിയാലും അത് മനുവിന്റെ സ്ഥാനമാണ്. വലത് നിന്ന് 12ാമത് ഇപ്പൊ നിൽക്കുന്ന ആരാന്ന് നോക്കിയാലും അത് മനു തന്നെ. അപ്പൊ രണ്ടുപേരും ഒരേ പൊസിഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ തമ്മിൽ കൂട്ടിയിട്ട് 1 കുറച്ചാൽ ടോട്ടൽ കിട്ടും. ആൻസർ 33. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. രോഹിത് രാഹുലിന്റെ മകനാണ്. ലക്ഷ്മി രാഹുലിന്റെ സഹോദരിയാണ്. ലക്ഷ്മിക്ക് അപ്പു എന്ന മകനും ശ്രീജ എന്ന മകളുമുണ്ട്. അപ്പുവിൻ്റെ അമ്മാവനാണ് വാസു. എങ്കിൽ രാഹുലിൻ്റെ ആരാണ് വാസു? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് അപ്പോൾ ആദ്യം നോക്കാം. നമുക്ക് രോഹിത് എന്ന് പറയുന്നത് ആരുടെ മകനാ? രാഹുലിൻ്റെ മകനാണ്. രാഹുലിൻ്റെ മകനാണ് ആരെന്ന് പറയുന്നത്? രോഹിത്. ഓക്കെ ആണല്ലോ? രാഹുലിൻ്റെ മകനാണ് രോഹിത്. ഈ രാഹുലിൻ്റെ മകനാണ്. അപ്പോൾ ഇത് അച്ഛനാണ്. ഈ രാഹുലിൻ്റെ ഒരു സഹോദരിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. രാഹുലിൻ്റെ സഹോദരിയാണ് ലക്ഷ്മി. ഓക്കെ, രാഹുലിൻ്റെ സഹോദരി ലക്ഷ്മി. ലക്ഷ്മിക്ക് 2 മക്കളുണ്ട്. ലക്ഷ്മിക്ക് 2 മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ ആങ്ങളെയും പെങ്ങളുമാണ്. ലക്ഷ്മിക്ക് 2 മക്കളുണ്ട്. ഒന്ന് അപ്പുവും ഓക്കെ, അതേപോലെ തന്നെ ശ്രീജ ഉണ്ട്. അപ്പു. അപ്പൊ ഈ അപ്പു, ശ്രീജ, രോഹിത് ഇവര് കസിൻസാണ്. കാര്യം എന്താ, ഇത് ഇവര് 2 സഹോദരന്റെ മക്കളാണ്. മനസ്സിലായല്ലോ? ഇവര് കസിൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ലക്ഷ്മി പിന്നെ ഈ അപ്പുവിൻ്റെ അമ്മാവനാണ് ആരെന്ന് പറയുന്നത്? അപ്പുവിൻ്റെ അമ്മാവനാണ് ആര്? വാസു. ഈ അമ്മാവൻ എന്ന് പറയുന്നത് അമ്മയുടെ ആങ്ങളെയാണ് അമ്മാവൻ. അമ്മയുടെ ആങ്ങള. അപ്പോൾ ഈ ലക്ഷ്മിയുടെ ആങ്ങളെയാണല്ലോ. അപ്പോൾ ലക്ഷ്മിയുടെ സഹോദരനാണ് വാസു. ഓക്കെ, അപ്പോൾ ലക്ഷ്മിയുടെ സഹോദരനാണ് വാസു. എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ വാസു രാഹുലുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ സഹോദരനാണ് വാസു എങ്കിൽ ലക്ഷ്മിയുടെ മറ്റൊരു സഹോദരനാണ് രാഹുൽ. അപ്പോൾ എന്തുവാ, രാഹുലും വാസുവും തമ്മിൽ സഹോദരന്മാരാണ്. മനസ്സിലായല്ലോ? അടുത്ത ആൻസർ സഹോദരനാണ്. ഓക്കെ,
അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.